ഈ സൂചിപ്പിച്ചതുപോലെ ഒരു ധാരണയിലേക്ക് എത്തിയെങ്കിലും അടുത്ത 2 മാസത്തിനുള്ളിൽ വിവിധങ്ങളായിട്ടുള്ള തർക്ക വിഷയങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കാം എന്ന ഒരു ധാരണയാണ് എത്തിയിട്ടുള്ളത്. അതിന്റെ തുടക്കമായിട്ട് ഹോർമൂസ് കടലിടുക്കിലൂടെ ഇറാൻ ഏർപ്പെടുത്തിയിട്ടുള്ള വിലക്കും ഉപരോധവും, അതുപോലെ തന്നെ ആ പ്രദേശത്ത് സമുദ്ര ഗതാഗത ചരക്ക് ഗതാഗതത്തിന് അമേരിക്ക ഏർപ്പെടുത്തിയിരിക്കുന്ന നിയന്ത്രണവും പരസ്പരം പിൻവലിച്ചുകൊണ്ട് ഹോർമൂസ് കടലിടുക്ക് തുറന്നു കൊടുക്കാം, അങ്ങനെ ചരക്ക് നീക്കം സുഗമമാക്കാം, പ്രത്യേകിച്ചും എണ്ണയുടെയും യൂറിയയുടെയും ഒക്കെ ചരക്ക് നീക്കം സുഗമമാക്കാം എന്നുള്ളൊരു ധാരണയിലാണ് താൽക്കാലികമായി എത്തിച്ചേർന്നിരിക്കുന്നത്. എന്നാൽ ഇതിന്റെ ഏറ്റവും സങ്കീർണമായിട്ടുള്ള വിഷയങ്ങൾ അടുത്ത 2 മാസത്തിനുള്ളിൽ പരിഹരിക്കാമെന്നാണ് ധാരണാപത്രത്തിൽ പറഞ്ഞിട്ടുള്ളതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ധാരണാപത്രം ഒപ്പിട്ടിരിക്കുന്ന അവസ്ഥയിൽ തന്നെ ഇതിനെ അംഗീകരിക്കില്ല എന്ന സൂചനയാണ് ഇസ്രായേൽ നൽകിയിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ യുദ്ധം തുടങ്ങിയ സമയത്ത് പ്രഖ്യാപിച്ച ലക്ഷ്യങ്ങൾ ഒന്നും തന്നെ നേടാതെയാണ് ഈ യുദ്ധത്തെക്കുറിച്ചുള്ള യുദ്ധം അവസാനിപ്പിക്കാം എന്നൊരു ധാരണയിൽ എത്തിയിരിക്കുന്നത്. പ്രഖ്യാപിത ലക്ഷ്യങ്ങൾ ഒന്നും നേടിയുന്നില്ല എന്നത് മാത്രമല്ല, അപ്രഖ്യാപിത ലക്ഷ്യങ്ങളും നേടുന്നില്ല. അതുപോലെ തന്നെ പശ്ചിമേഷ്യ എത്രമാത്രം സങ്കീർണമായിരുന്നു, എത്രമാത്രം സുരക്ഷ ഇല്ലാത്ത ഒരു പ്രദേശമായിരുന്നു, അതേ സുരക്ഷാ വീഴ്ചയും ദൗർബല്യങ്ങളും ഒന്നുകൂടി ശക്തമായി തിരിച്ചു വരുന്നൊരു കാഴ്ചയാണ് നമ്മൾ ഈ ധാരണാപത്രത്തിന് ശേഷം നമുക്ക് കാണാൻ കഴിയുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഇസ്രായേൽ ഉന്നയിച്ച സംശയങ്ങളും ആശങ്കകളും. യുദ്ധം തുടങ്ങിയ സമയത്ത് ഇസ്രായേൽ സൂചിപ്പിച്ചിരുന്നത്, അമേരിക്കയോടൊപ്പം ചേർന്ന് സൂചിപ്പിച്ചിരുന്നത്, ഇറാന്റെ ആണവശേഷി പൂർണ്ണമായും ഇല്ലാതാക്കുക, മിസൈൽ ശേഷി ഇല്ലാതാക്കുക, ആയുധശേഷി ഇല്ലാതാക്കുക, ഇറാനിലെ ഭരണകൂടത്തെ മാറ്റി അമേരിക്കയ്ക്കും ഇസ്രായേലിനോട് യോജിപ്പുള്ള ഒരു ഭരണകൂടത്തെ കൊണ്ടുവരിക, അങ്ങനെ വലിയ ലക്ഷ്യങ്ങളായിരുന്നു ഇറാനും അമേരിക്കയ്ക്കും ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഇറാന്റെ നിഴൽ സംഘങ്ങളെ പൂർണ്ണമായും വരുതിയിൽ വരുത്തി ഇല്ലാതാക്കുക. അപ്പൊ ഈ 4 പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിൽ ഒന്നുപോലും നേടുന്ന തരത്തിലല്ല ധാരണ വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇസ്രായേൽ ഈ കരാറിനോട് യോജിക്കുന്നില്ല എന്നുള്ള പ്രസ്താവനകളുമായി വന്നിരിക്കുന്നത്. ഇസ്രായേൽ ഈ കരാറിനെ ദുരന്തമെന്നാണ് വിശേഷിപ്പിച്ചത്. ഇറാൻ ഒരുക്കുന്ന സുരക്ഷാ ഭീഷണിക്ക് ഒരു പരിഹാരവും ഈ ധാരണാപത്രം നൽകുന്നില്ല. അതുകൊണ്ടാണ് അവർ പറഞ്ഞത്, ഇസ്രായേൽ ഇപ്പോൾ കൈവശം വെച്ചിരിക്കുന്ന ലെബനോനിലെയും സിറിയയിലെയും ഇറാഖിലെയും ഒക്കെ ചില പ്രദേശങ്ങൾ അവർ വിട്ടുകൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് മാത്രമല്ല, ആ പ്രദേശത്ത് ഇറാന്റെ നിഴൽ സംഘങ്ങൾക്കെതിരെ നടത്തുന്ന അക്രമങ്ങൾ തുടരുമെന്നുകൂടിയാണ് ഇസ്രായേൽ പറഞ്ഞിട്ടുള്ളത്. അതായത് അവർ ഈ കരാറിന്റെ ഭാഗമല്ല. ഒരു ഘട്ടത്തിൽ അവരോട് വേണ്ട രീതിയിൽ അവരുടെ പ്രശ്നങ്ങൾ, ആശങ്കകൾ എന്താണെന്ന രീതിയിൽ ചർച്ച ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് ഈ കരാറുമായി മുന്നോട്ട് പോകുവാനോ അതുമായി സഹകരിക്കാനോ കഴിയില്ല എന്നുള്ള സൂചനകളാണ് നൽകുന്നത്. അതേസമയം ട്രംപ് ഇസ്രായേലിനെ ഈ കരാറുമായി മുന്നോട്ട് പോകുവാൻ, അതിനോട് യോജിക്കുവാൻ വളരെയധികം നിർബന്ധിക്കുന്നുണ്ട്. ഈ ഘട്ടത്തിൽ ട്രംപിന്റെ ചില പ്രസ്താവനകൾ നെതന്യാഹുവിനെ കുറിച്ച് വന്നത് വളരെ പ്രസക്തമാണ്. അദ്ദേഹം ഒരു ക്രേസി ആയിട്ടുള്ള, വളരെ പ്രശ്നക്കാരനായ ഒരു നേതാവാണെന്നും അദ്ദേഹത്തിന് താൽക്കാലികമായിട്ടുള്ള വിഭ്രാന്തി ഉണ്ട് എന്നൊക്കെയുള്ള രീതിയിൽ ട്രംപിന്റെ പ്രസ്താവനകൾ ഇസ്രായേലിനെ വലിയ രീതിയിൽ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. മാത്രവുമല്ല, അവിടെ ഉടനെ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. അവിടെ നെതന്യാഹു ഇപ്പോൾ വളരെ പിന്നിലാണ് അഭിപ്രായ സർവേകളിൽ. അപ്പോൾ ആഭ്യന്തര രാഷ്ട്രീയത്തിലെ സംഘർഷങ്ങൾ, ആഭ്യന്തര രാഷ്ട്രീയത്തിലെ ചില പ്രതിരോധ അവസ്ഥ, അതുപോലെ എന്താണോ ഇസ്രായേൽ ലക്ഷ്യമാക്കിയിരുന്നത് അതൊന്നും നേടാൻ കഴിയാത്ത ഒരു ധാരണാപത്രം, ഒരു സമാധാന കരാറിലേക്ക് പോകുന്ന സാഹചര്യം, ഇതൊക്കെയാണ് ഈ കരാറിനെ അല്ലെങ്കിൽ ഈ സമാധാന ശ്രമത്തെ എത്രമാത്രം അത് വിജയകരമായി മാറും എന്നതിനെ കുറിച്ച് നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു ചിത്രം കിട്ടാത്തത്. അതുകൊണ്ട് തന്നെയാണ് ഇടയ്ക്കിടയ്ക്ക് സംഘർഷങ്ങളുടെ സാധ്യത തള്ളിക്കളയാനും പറ്റില്ല. ഇതുപോലെ തന്നെയാണ് ഇറാന്റെ അവസ്ഥയും. ഇറാനിലും ഈ കരാറിനെതിരെ വലിയ രീതിയിലുള്ള എതിർപ്പുകൾ ഉണ്ട്. അവിടെ ഏറ്റവും ഹാർഡ് ലൈനേഴ്സ് ആയിട്ടുള്ള തീവ്ര നിലപാടുള്ള വിഭാഗങ്ങൾ ഈ കരാറ്
അമേരിക്കയ്ക്ക് നമ്മൾ അടിയറവ് വെച്ചു എന്നുള്ള രീതിയിൽ ചില പ്രതിഷേധങ്ങൾ അവിടുത്തെ വിദേശകാര്യമന്ത്രി അബ്ബാസിന്റെ പത്രസമ്മേളനത്തിലുമൊക്കെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അതേസമയം ഇനി അതല്ല, മറ്റു മാർഗങ്ങളില്ല എന്നുള്ളൊരു തിരിച്ചറിവ് കൊണ്ട് കൂടിയാണ് ഇറാൻ അതിന് സമ്മതിച്ചിരിക്കുന്നത്. അതേസമയം നമ്മൾ ഇതിനോടൊപ്പം മറ്റൊന്നുകൂടി മനസ്സിലാക്കേണ്ടത്, ഇങ്ങനെയൊക്കെ ട്രംപ് ഈ ധാരണാപത്രത്തിലേക്ക് പോകുമ്പോഴും അദ്ദേഹത്തിന്റെ ചില പ്രസ്താവനകളിൽ സ്ഥിരതക്കുറവ് ഇപ്പോഴും നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഇറാൻ ഏതെങ്കിലും വിട്ടുവീഴ്ചകൾ ചെയ്തില്ലെങ്കിൽ ഞങ്ങൾ അതിൽ നിന്ന് പിന്മാറും, ഞങ്ങൾക്ക് ഇനി ആക്രമിക്കുവാനുള്ള ഓപ്ഷൻസ് ഉണ്ട് എന്ന രീതിയിലുള്ള പ്രസ്താവനകൾ അമേരിക്ക ഇതിന്റെ കൂടെ നടത്തുന്നുണ്ട്. പ്രത്യക്ഷത്തിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് അമേരിക്കയ്ക്ക് എന്ത് ലക്ഷ്യമിട്ടാണോ വന്നത് അതൊന്നും നേടാൻ കഴിഞ്ഞില്ല. നേരത്തെ സൂചിപ്പിച്ചല്ലോ, ആണവ സമ്പുഷ്ടീകരിച്ച യുറേനിയത്തിന്റെ കാര്യത്തിലാണെങ്കിലോ ഇറാൻ എപ്രകാരം ആണവായുധങ്ങൾ ഉണ്ടാക്കുമെന്നതിന്റെ കാര്യത്തിലോ ഒന്നും തീരുമാനമെടുത്തിട്ടില്ല. അതുപോലെ തന്നെ ഇറാനെ പ്രതിരോധത്തിലാക്കുന്ന മറ്റു കാര്യങ്ങളുമുണ്ട്. ഇറാന്റെ മരവിപ്പിച്ച നിക്ഷേപങ്ങൾ വിട്ടുകൊടുക്കുമോ എന്ന കാര്യത്തിൽ ക്രമേണ തീരുമാനമെടുക്കുകയുള്ളൂ. ഇറാനെതിരെ അമേരിക്കയും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളും ഒക്കെ ഏർപ്പെടുത്തിയിരിക്കുന്ന സാമ്പത്തിക ഉപരോധം എപ്പോൾ പിൻവലിക്കും എന്നതിനെ കുറിച്ച് തീരുമാനമായിട്ടില്ല. ഹോർമൂസ് കടലിടുക്ക് പൂർണ്ണമായും തുറന്നു കൊടുക്കുമെന്ന് പറയുമ്പോൾ ഇറാൻ അതിന് സന്നദ്ധമാണോ? അതിനുശേഷം ഇറാൻ ചുങ്കം പിരിക്കുവാനുള്ള സാധ്യത ഉണ്ടോ എന്ന കാര്യത്തിൽ ഇറാൻ മനസ്സ് തുറന്നിട്ടില്ല. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ എടുത്ത് പരിശോധിച്ചാൽ ഇത് അമേരിക്കയ്ക്ക് വലിയ ക്ഷീണം ഉണ്ടാക്കിയ ഒരു കരാറാണ്. ഇസ്രായേൽ അസംതൃപ്തമാണ്. ഇറാൻ മുന്നോട്ട് വെച്ചിട്ടുള്ള പ്രധാന പ്രശ്നങ്ങൾ, ആവശ്യങ്ങൾ ഒന്നും തന്നെ പരിഹരിക്കപ്പെട്ടിട്ടില്ല. അപ്പൊ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ താൽക്കാലികമായ 2 മാസത്തെ ഒരു ധാരണാപത്രം ഹോർമൂസ് കടലിടുക്ക് തുറക്കുന്നതും യുദ്ധം നിർത്തിവെക്കുന്നു, വെടിനിർത്തൽ ഉണ്ട് എന്നതും അമേരിക്ക ഏർപ്പെടുത്തിയിരിക്കുന്ന സമുദ്ര ചരക്ക് നീക്കത്തിന് ഏർപ്പെടുത്തിയിരിക്കുന്ന ഉപരോധം പിൻവലിക്കുമെന്ന് പറയുന്ന 2-3 കാര്യങ്ങളിൽ പിടിച്ചാണ് ഈ കരാർ നിലനിൽക്കുന്നത്. അപ്പൊ ഈ 3 കക്ഷികൾക്കും ഉള്ള അസംതൃപ്തി മൂലം ഈ കരാർ എപ്പോൾ വേണമെങ്കിലും ലംഘിക്കപ്പെടാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. കാരണം യുദ്ധം തുടങ്ങിയതിനു ശേഷം ഇടയ്ക്ക് മറ്റൊരു വെടിനിർത്തൽ വന്നിരുന്നുവല്ലോ. അതിനുശേഷമാണല്ലോ വീണ്ടും പരസ്പരം ആക്രമിക്കുകയും വീണ്ടും ഒരു യുദ്ധ സാഹചര്യം സൃഷ്ടിക്കപ്പെടുകയും അവിടെ നിന്നാണല്ലോ ഇപ്പോഴുള്ള കരാറിലേക്ക് വന്നിട്ടുള്ളത്. അപ്പൊ സ്വാഭാവികമായി ഈ 3 കക്ഷികൾക്കും വളരെയേറെ അസംതൃപ്തികൾ ഉണ്ട്. അമേരിക്കയ്ക്കുണ്ട്, ഇറാനുണ്ട്, ഇസ്രായേലിനുണ്ട്, മറ്റു രാജ്യങ്ങൾക്കൊക്കെ അവരുടേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. അവിടെയൊക്കെ അമേരിക്ക മുന്നോട്ട് വെച്ചിരിക്കുന്നു അറബ് രാജ്യങ്ങളൊക്കെ ഇസ്രായേലുമായി ഇനി നല്ല ബന്ധത്തിലേക്ക് പോകണമെന്നുള്ള ആവശ്യങ്ങൾ. മാത്രമല്ല രാജ്യങ്ങളുടെ ഇടയിൽ തന്നെ പല രീതിയിലുള്ള സംഘർഷങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. സൗദി അറേബ്യയും UAEയും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ. അവർക്ക് ഈ പശ്ചിമേഷ്യയിലെ രാജ്യങ്ങൾക്ക്, അമേരിക്കയുടെ പങ്കാളികളായിട്ടുള്ള രാജ്യങ്ങൾക്ക് നേരിട്ട നാശനഷ്ടങ്ങൾ അമേരിക്ക സുരക്ഷ ഒരുക്കുമെന്ന് പറഞ്ഞിട്ട് അത് അവർക്ക് ഒരുക്കി കൊടുക്കുവാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായി ഇറാനുമായിട്ടുള്ള യുദ്ധത്തിൽ. അപ്പൊ ഇങ്ങനെയുള്ള നിരവധിയായ കാര്യങ്ങൾ, അസംതൃപ്തി, അഭിപ്രായ വ്യത്യാസങ്ങൾ, ഇവരെല്ലാം തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങളും ആശങ്കകളും നിലനിൽക്കെ സുരക്ഷയോ സമാധാനമോ ഈ ധാരണ കരാറിന്റെ അടിസ്ഥാനത്തിൽ പുലരുമോ എന്നുള്ളത് സംശയം തന്നെയാണ്. അങ്ങനെയൊക്കെ ആണെങ്കിലും ഈ കരാർ ഒരു നമ്മെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആശങ്ക നികത്തുന്ന ഒരു സമാധാന അന്തരീക്ഷം സൃഷ്ടിച്ചിട്ടുണ്ട്. നമുക്കെല്ലാവർക്കും, ഇന്ത്യക്കാണെങ്കിലും മറ്റു ലോകരാജ്യങ്ങൾക്കുമൊക്കെ അതൊരു വലിയൊരു ആശ്വാസം നൽകുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.